പ്രമുഖ ചിന്തകരിൽ ഒരാളും ഭാരതീയ വിചാരകേന്ദ്രം സ്ഥാപകനുമായ പി പരമേശ്വരന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ താൻ പങ്കെടുത്തത് സോഷ്യലിസ്റ്റായ MP വീരേന്ദ്രകുമാർ തന്റെ പേര് നിർദ്ദേശിച്ചതനുസരിച്ച് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട്ട് MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പരാമർശം ഉണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് തൃശൂരിൽ നടന്ന പി പരമേശ്വരന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തെക്കുറിച്ചായിരുന്നു പരാമർശം. മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് പ്രമുഖ സോഷ്യലിസ്റ്റുകളെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. റാം മനോഹർ ലോഹ്യക്ക് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായിട്ടുണ്ടായിരുന്ന അടുത്ത ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ഇരുവരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ ഡിയർ പ്രൈം മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് റാം മനോഹർ ലോഹ്യ ഒരു കത്തയച്ചു. എന്നാൽ ഈ കത്തിനോട് നെഹ്റു പ്രതികരിച്ചത്, എന്തിനാണ് എന്നെ പ്രധാനമന്ത്രി എന്ന് അഭിസംബോധന ചെയ്യുന്നത്? നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ, ഞാൻ നിങ്ങളുടെ പഴയ ജവഹർ അല്ലേ എന്ന് പ്രതികരിച്ചുകൊണ്ടാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സതീശന്റെ പ്രസംഗത്തിന്റെ തുടക്കം. തുടർന്ന് താനും MP വീരേന്ദ്രകുമാറും തമ്മിലുള്ള ബന്ധത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നു. അവിടെ വെച്ച് വീരേന്ദ്രകുമാർ വലിയ തോതിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും വായിക്കുന്നതിനപ്പുറം ആ പുസ്തകങ്ങൾ അതേപടി ഓർത്തുവെക്കുന്നതിൽ, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ സാഹചര്യങ്ങൾ, അതിലെ ചരിത്ര മുഹൂർത്തങ്ങളൊക്കെ അതേപടി ഓർത്തു വെക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള പ്രത്യേക സിദ്ധി വീരേന്ദ്രകുമാറിനുണ്ടായിരുന്നു എന്നും ആ കഴിവ് അദ്ദേഹം തനിക്ക് പല കാര്യങ്ങളും പകർന്നു നൽകുന്നതിന് ഗുണകരമായിട്ടുണ്ട് എന്നും തങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. തുടർന്ന് വീരേന്ദ്രകുമാർ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചും ആ പുസ്തകത്തെക്കുറിച്ച് ചില ചടങ്ങുകളിൽ താൻ പങ്കെടുത്ത് സംസാരിച്ചതിനെ കുറിച്ചുമൊക്കെ VD സതീശൻ പറഞ്ഞു. തുടർന്നാണ് തങ്ങളുടെ പൊതുവിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം സ്വാമി വിവേകാനന്ദനാണ് എന്നും സ്വാമി വിവേകാനന്ദനെ കുറിച്ച് MP വീരേന്ദ്രകുമാറിന് ആഴത്തിലുള്ള അറിവുണ്ട് എന്നും അത് പലതവണ തനിക്ക് പകർന്നു തന്നിട്ടുണ്ട് എന്നും സതീശൻ വെളിപ്പെടുത്തിയത്. അങ്ങനെയിരിക്കെ ഒരു തവണ കണ്ടുമുട്ടിയപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് വീരേന്ദ്രകുമാർ വളരെ വിശദമായി സംസാരിച്ചു. അതിനോട് താൻ പ്രതികരിച്ചു, തനിക്കും സ്വാമി വിവേകാനന്ദനെ കുറിച്ച് വായിച്ചുള്ള അറിവുണ്ട്, തനിക്കും വേറെ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ, അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് തനിക്കുള്ള അറിവ് തിരിച്ചും പറഞ്ഞു. അങ്ങനെ വളരെ അർത്ഥവത്തായ ഒരു ഡയലോഗായി അത് മാറി എന്ന് VD സതീശൻ പറഞ്ഞു. തുടർന്നാണ് പി പരമേശ്വരൻ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് എഴുതിയ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുകയും അതിന്റെ പ്രകാശനം തൃശ്ശൂരിൽ നടക്കുമ്പോൾ താൻ പങ്കെടുക്കുകയും ചെയ്ത കാര്യം VD സതീശൻ അനുസ്മരിച്ചത്. ആ ചടങ്ങിൽ താൻ പങ്കെടുക്കാൻ കാരണം MP വീരേന്ദ്രകുമാറാണ്. കാരണം ഈ ചടങ്ങിലേക്ക് VD സതീശനെ വിളിക്കണം, കാരണം അദ്ദേഹത്തിന് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഏറെ പറയാനുണ്ട്, അതുകൊണ്ട് അതിഥികളിൽ ഒരാളായി സതീശനെ ഉൾപ്പെടുത്തണം എന്ന് സംഘാടകരോട് MP വീരേന്ദ്രകുമാർ പറയുകയും തുടർന്ന് സംഘാടകർ തന്നെ ബന്ധപ്പെടുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. ഈ ക്ഷണം വളരെ സന്തോഷപൂർവ്വം താൻ സ്വീകരിച്ചു. കാരണം രണ്ട് കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, MP വീരേന്ദ്രകുമാറാണ് തന്നെ നിർദ്ദേശിച്ചത്. രണ്ടാമത്തത്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് എന്നതാണ്. ഈ രണ്ട് കാരണങ്ങളാൽ താൻ പങ്കെടുത്ത് അവിടെ സംസാരിച്ചു. എന്നാൽ വേദിയിലുണ്ടായിരുന്ന ബ്രിട്ടാസിനെ കാണിച്ചുകൊണ്ട് ഈ സംഭവം ബ്രിട്ടാസിന്റെ പാർട്ടി വിവാദമാക്കിയെന്നും എന്നാൽ ഇതിന് മറയായി താൻ മറ്റൊരു വഴി കണ്ടുവച്ചിരുന്നു. അതെന്താണ് എന്ന് വെച്ചാൽ, ഇതേ പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നിരുന്നു എന്നും പി പരമേശ്വരന്റെ പുസ്തകം അവിടെ പ്രകാശനം ചെയ്തത് VS അച്യുതാനന്ദനാണ്, മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുത്തതുപോലെ തന്നെ താൻ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇരു പാർട്ടികളിലെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ വിവാദത്തിന് സാധ്യതയില്ല എന്ന് വേദിയിൽ വെച്ച് VD സതീശൻ പറയുകയും ചെയ്തു. വളരെ ഹ്രസ്വമായ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായി VD സതീശൻ ഊന്നിയ 2-3 പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, പ്രമുഖ സോഷ്യലിസ്റ്റുകളുടെ കാര്യം, ആദ്യ കാലഘട്ടത്തിലുള്ള സോഷ്യലിസ്റ്റുകളുടെ കാര്യം, തുടർന്ന് MP വീരേന്ദ്രകുമാർ എന്ന വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ വായനയും രാഷ്ട്രീയവും അത്തരം കാര്യങ്ങളും, തുടർന്ന് പി പരമേശ്വരന്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട ഈ വിഷയം. അതിനപ്പുറത്തേക്ക് വരും തലമുറകൾക്ക് മാതൃകയായി മാറാൻ പുസ്തക വായന ഇപ്പോഴത്തെ തലമുറയെ സഹായിക്കും. അത് പനമ്പിള്ളി ഗോവിന്ദമേനോനെ പോലെ, അതുപോലെ തന്നെ MP വീരേന്ദ്രകുമാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർത്ഥിക്കാനും VD സതീശൻ ശ്രമിച്ചു.